എന്നെ കിട്ടൂല പോലീസുകാരെ, ഒന്നും ഞാൻ നിൽക്കൂല. ഓടരുത്, പിടിക്കും. അവന്റെ രക്ഷപ്പെടൽ എന്ത് ചെയ്യും സാറേ? ഇങ്ങോട്ട് ഓടിച്ച അവനെ കിട്ടൂല. പിന്നെ എന്ത് ചെയ്യാനോ? നമുക്ക് കെണി വെച്ച് പിടിക്കാന്ന്. അവനെയൊക്കെ എങ്ങനെയാണോ കെണി വെച്ച് പിടിക്കണത്? എന്റെ സാറേ, നമ്മളായിട്ട് കെണി ഉണ്ടാക്കണ്ട, അവന്റെ കെണി അവൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളുന്നേ. താനൊന്ന് തെളിച്ച് പറയണോ. അരമണിക്കൂർ ഓടിച്ചിട്ട് തിരിഞ്ഞു നോക്കാണ്ട് അവൻ ഓടും. പിന്നെ 1 മണിക്കൂർ അവൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങും. ആ സമയത്ത് പിടിക്കാൻ പറ്റില്ല സാറേ. അപ്പൊ പോകാം. വെരി ഗുഡ് ഐഡിയ. എനിക്ക് ഈ പരമൂന വർഷങ്ങളായിട്ട് അറിയാവുന്നല്ലേ, എന്നെ എന്തോരിട്ട് ഓടിച്ചിട്ടുണ്ടവൻ. കമോൺ. ഇനി ഇവനെ എവിടെ പോയി തപ്പോടും? കൈയോടെ പിടിച്ചാ മതിയായിരുന്നു. താൻ ഒറ്റ ആളെ എന്നെ കൂടെ ചെയ്യിക്കാൻ. ഈ പരിസരത്ത് ഉണ്ടാവും. നിൽക്കാണ്ട് ഓടിയില്ലേ, ഈ പരിസരത്ത് ഉണ്ടാവും. അരമണിക്കൂറായിട്ട് ഓടിക്കുന്നു സാറേ. കണ്ടില്ലെങ്കിൽ എന്റെ തന്റെയൊക്കെ തൊപ്പി കയറിണ്ടാ നോക്കിക്കോളെ. അടിക്കരുത്, നാക്കണ്ട് സാറേ. വിളിക്കല്ലേ, ഉറക്കത്തിന് വിളിച്ചിട്ട് ചവിട്ടും. എനിക്ക് എത്ര ചവിട്ടുണ്ടെന്ന് അറിയാമോ? വിളിച്ചെഴുന്നേപ്പിക്കണോ? ഞാൻ വിളിക്കാം സാറേ, വിളിക്കാം. കൂൾ ഡൗൺ. ഹലോ ബ്രദർ. ഹലോ, ആരാ വന്നിരിക്കുന്നു നോക്കൂ. പോകാം. കണ്ടില്ല സാറേ, കയ്യൊന്നും നീട്ടുണ്ടോ? കണ്ട സാറേ, ആള് പാവമാണ്. അരമണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും. ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ സാറേ. വിളിക്കണവനെ. ബ്രദർ ഉറക്കം കഴിഞ്ഞ ബ്രദർ? കഴിഞ്ഞ സാറേ. എന്നാ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ബ്രദർ. അതിനെന്താ? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? അതെ, ഞാൻ പതിവില്ലാണ്ട് ഓടയാരനെ ഭയങ്കര ക്ഷീണം. ഞാൻ ശരിക്കും ഉറങ്ങിയ സാറേ. നല്ല ഉറക്കം. ഇതാണ് എന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്നാ മോൻ പറ, വെളിയങ്കാവ് ദേവീക്ഷേത്രത്തിലെ വിഗ്രഹം നീയല്ലേ മൂട്ടിച്ചത്? ഞാനല്ല. ഞാനാണ് സാർ. അത് ഞാൻ പറയൂല സാർ. ഞാനത് കുഴിച്ചിട്ടേക്കാണ്. എവിടെ? അത് പറയാ സാറേ, പല്ലല്ലേ. എവിടെയാടാ കുഴിച്ചിട്ടേക്കെന്ന് പറയണ സ്ഥലം പറയണ. സ്ഥലം എനിക്ക് മാത്രം അറിയാൻ പാടില്ല, സാറ് പോയി അറിയാൻ പറ്റില്ല. എന്നാ നീ ഞങ്ങളുടെ സ്ഥലം കാണിച്ചേടാ. എന്നെ കൊണ്ടുപോകാൻ പാടില്ല. സ്ഥലം കാണിച്ചു തരാം. കിടക്കട്ടെ, പാമ്പുണ്ടാവും. എവിടെ കുഴിച്ചിട്ടേക്കണം? ഞാൻ അതാണ് ഇങ്ങനെ ആലോചിക്കണേ, എവിടെ കുഴിച്ചിട്ടേക്കണെന്ന് എനിക്ക് കിട്ടി. ഏത് അവിടെയാണ്? കിട്ടുന്നത് കിട്ടിയപ്പോ അല്ല, അന്ന് ചോദ്യം ചെയ്തപ്പോ ഒരാളോട് ഉണ്ടായിരുന്നല്ലോ, അയാളെ പോയി. നമ്മുടെ തിരുമേനി പേടിച്ചിട്ടാ പുറത്തു വന്നിപ്പുണ്ട്. അയാൾ അകത്തോട്ട് വിളിക്കണോ? ഇങ്ങനെ വേണം. ഇങ്ങനെ മാറേക്ക്. 10-32 വർഷമായിട്ട് ക്ഷേത്രത്തിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. എല്ലാരും കൂടെ പോലീസ് സ്റ്റേഷനിലും കയറ്റി. ഇങ്ങനെ മാറിക്ക്. ഈ വിഗ്രഹമാണോ നിങ്ങളുടെ ക്ഷേത്രത്തിൽ മോഷണം പോയത്? അതെ, യാതൊരു സംശയമില്ല. ഇത് തന്നെയാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ വിഗ്രഹം. തിരുമേനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ സാക്ഷാൽ വിഗ്രഹം. എന്നാൽ നിങ്ങളുടെ ക്ഷേത്രത്തിലെ യഥാർത്ഥ വിഗ്രഹം ഇതല്ല. എന്ത് ഭക്ഷണത്തരായി പറയണേ. 10-32 വർഷമായി ഞാൻ 4 നേരം തൊട്ടു പ്രാർത്ഥിക്കണ ദേവിയെ കണ്ടാൽ എനിക്കറിയില്ലേ ഇത് തന്നെയാ സാക്ഷാൽ വിഗ്രഹം. പ്രതിഷ്ഠ നടത്തി അന്ന് പോലും ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ഞാനാ. ആ എന്നേക്കായി കൂടുന്ന വിഷയം സാറിനാണോ? എടോ, ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം അമ്പലത്തിൽ വെച്ചത് ഒറിജിനലും കൊണ്ട് പണ്ടേ പോയടോ. ആ വിഗ്രഹം മോഷ്ടിച്ചാണ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. സത്യം പറഞ്ഞോ, നിങ്ങൾ രണ്ടുപേരിൽ ആരാ വിഗ്രഹം എടുത്തത്? ഞാനാണ് വിഗ്രഹം എടുത്തത്. എന്റെ വീടിന്റെ മച്ചിന്റെ മുകളിലിരിപ്പുണ്ട്. എന്നെ മച്ചിനെ അമ്പലത്തിൽ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് നീ ഒറിജിനൽ കൊണ്ട് മച്ചിമോളി വെക്കണം. എന്നെ പോയിട്ട് സാറ് അമ്പലത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും വെച്ച് പൂജിക്കാം. പക്ഷെ മാർവാടിക്കൊക്കെ ഒറിജിനൽ കൊടുക്കണ്ടേ? അവിടെ കൊണ്ടുപോയി നമ്മൾ കള്ളത്തരം കാണിക്കാമോ? ഒറിജിനൽ എടുത്ത് തിരുമാരി കൊടുത്തിട്ട് ഈ നായിന്റെ മോനെടുത്ത് അകത്തിറ.
ഈ അശ്രീകരത്തിനെ പിടിച്ച് അകത്തേക്കിട്ട് ജയിലിൽ പൂട്ടുക, എന്നിട്ട് ആ സാക്ഷാൽ വിഗ്രഹം തന്നാൽ ഞാൻ അത് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിച്ച് നാളെ അങ്ങോട്ട് അടയ്ക്കാം. ഒന്ന് മാറി കളക്ടർ വരാനല്ലേ, ഒന്ന് മാറിയോളൂ ഇവിടെ. തിരുമേനി, അല്പസ്വല്പം വിഷമൊക്കെ ഉണ്ടായാലും നമുക്ക് നമ്മുടെ ദേവിയെ തിരിച്ചു കിട്ടിയില്ലേ? തീർച്ചയായും. സന്തോഷായില്ലേ? എല്ലാ ജനങ്ങളും ഭയങ്കര സന്തോഷത്തിലാ. കുറച്ച് കളക്ടറിന്റെ മിടുക്കും ഇല്ലാതില്ല, അല്ലെങ്കിൽ ഇത് ഇത്ര പെട്ടെന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. വിളിച്ചാ വിളിപ്പുറത്താ ഇവിടുത്തെ ദേവി. ഇപ്പൊ പണത്തിനോടുള്ള ആർത്തി മൂത്ത് മനുഷ്യന്മാരുടെ കളി ദൈവങ്ങളോടുമായി. ദൈവങ്ങളോട് കളിച്ചാ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള കൂലി കിട്ടിയിരിക്കും.